ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ മാറ്റണം, പിന്നെ അതേപോലെ തന്നെ മൈനർ ചെക്കപ്പായിട്ട് പറഞ്ഞു കേട്ടോ. എഞ്ചിൻ ഓയിൽ മാറ്റം, മൈനർ ചെക്കപ്പ്. വേറെ നമുക്ക് ജനറലായിട്ട് സർവീസോ വേറെ കംപ്ലയിൻസുകളോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ അഴിച്ച് മാറ്റുന്നുണ്ട്. ഓയിൽ മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ ഓയിൽ ബോൾട്ടിൻ്റെ വാഷ് ഓറിങ്ങും കൂടി മാറ്റണം. പിന്നെ അതിനകത്ത് ഗിയർ ഓയിൽ സെപ്പറേറ്റ് വരാം, അതും ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. നല്ല ഓയിലാണ് കേട്ടോ, പുതിയ ഓയിലാണ്, വലിയ പഴക്കമായിട്ടില്ല. പിന്നെ വണ്ടി നമ്മളൊന്ന് ഓടിച്ചു നോക്കിയായിരുന്നു. ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് നമുക്കൊരു കംപ്ലയിൻറ്റ് ഫ്രണ്ട് ഭാഗത്ത്, അതായത് വണ്ടി ഏകദേശം ഒരു 40 കിലോമീറ്റർ വേഗതയിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് ടയർ ഇങ്ങനെ വെട്ടണ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ടയറിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യേണ്ട കേസ് ഇത്രേ ഉള്ളൂ. നിലവിൽ ബാക്കിലത്തെ ടയറായിരിക്കും നമ്മുടെ പെട്ടെന്ന് തീരുന്ന ടയർ. ഇത് വലിയ താമസമില്ലാണ്ട് തീരും. അപ്പോൾ അങ്ങനെ തീരണ സമയത്ത് ആ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ അതേപോലെ ഡിസ്കേ പാടി അഴിച്ച് ബാക്കിലേക്ക് ഇടാം. ഈ ഡിസ്കുമ്പോൾ പുതിയ ടയർ സെറ്റ് ചെയ്തിട്ട് ഫ്രണ്ടിലിടാം. അപ്പോൾ ആ കംപ്ലയിൻറ്റ് മാറിക്കോളൂ കേട്ടോ. ബാക്ക് ടയറാണ് തീരണമെങ്കിലും, ബാക്ക് ടയറാണ് പെട്ടെന്ന് തീരുള്ളൂ. ആ തീരണ സമയത്ത് അത് ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ബാക്കിലേക്ക് ഇടാം. ബാക്കിൽ കിടക്കുന്ന ആ റിമ്മ നമ്മൾ പുതിയ ടയർ ഇട്ടിട്ട് അത് ഫ്രണ്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെട്ടൽ മാറിക്കോളും. അത് ഈ കോമൺ ആയിട്ട് നമ്മുടെ ഈ ലിങ്കർ ടൈപ്പ് സസ്പെൻഷനുള്ള വണ്ടികൾക്ക് മെയിനായിട്ട് റൈറ്റ് സൈഡിൽ ഒരു അല്പം തേമാനം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഓടുന്നതിനനുസരിച്ച് ചെറിയൊരു പാളിച്ചിൽ വെട്ടൽ കാണിക്കണം, അതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ അതാണ് നമുക്കൊരു കംപ്ലയിൻ്റ് ആയിട്ട് തോന്നിയുള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ അത്യാവശ്യം ബ്രേക്ക് കുറവുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്വിച്ചുകളൊക്കെ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം കേട്ടോ. നമുക്ക് ഫ്രണ്ടും ബാക്കും ടയർ സെയിം സൈസാണ്, 10 ഇഞ്ചാണ് ഫ്രണ്ടും ബാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ റൊട്ടേഷൻ ചെയ്യുന്നതിന് വേറെ പ്രോബ്ലം ഇല്ല. അത് ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. പിന്നെ എടുക്കുന്ന സമയത്ത് കമ്പനി ടയർ തന്നെ ഇടാൻ ശ്രദ്ധിക്കുക. ഒന്നാലും MRF അല്ലെങ്കിൽ അപ്പോളോ നമുക്ക് ആ കിടക്കുന്ന പാറ്റേൺ തന്നെ, ഇപ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ഉണ്ടോ, അപ്പോൾ അതേ പാറ്റേൺ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് കുറേ കൂടി നല്ലത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.